തിരുവനന്തപുരം കിളിമാനൂരിൽ ക്ലാസ് റൂമിന്റെ സീലിംഗ് അടർന്നു വീണു. വിദ്യാർത്ഥിക്ക് പരിക്ക്. കിളിമാനൂർ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സംഭവം. വിവരങ്ങളുമായി വിനയ രാജ് ചേരുന്നുണ്ട്. വിനയ, എങ്ങനെയാണ് ഈ സംഭവം ഉണ്ടായത്? ഹരിത, ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടായത്. കിളിമാനൂർ ഗവൺമെന്റ് മോഡേൺ ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്താം ക്ലാസ് റൂമിന്റെ സീലിംഗ് ആണ് അടർന്നു വീണത്. ഈ വിദ്യാർത്ഥിക്ക് പരിക്കുണ്ട്. 10ാം ക്ലാസ് മുറിയുടെ സീലിംഗ് ആണ് ഇത്തരത്തിൽ ഒരു അടർന്നു വീഴുന്നുണ്ടായിരുന്നത്. 2 നില കെട്ടിടത്തിന്റെ മുകളിലെ നിലയിലാണ് ഈ സീലിംഗ് അടർന്നു വീണിട്ടുണ്ടായിരുന്നത്. ഉടൻ തന്നെ വിദ്യാർത്ഥിക്ക് ഗുരുതര പരിക്കുകൾ, അല്ലെങ്കിൽ വിദ്യാർത്ഥിക്ക് പരിക്കുണ്ടായി. തുടർന്ന് ഈ അടുത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. തുടർന്ന് പ്രാഥമിക ചികിത്സ നൽകിയതിനു ശേഷം വിദ്യാർത്ഥിയെ തിരികെ ക്ലാസ്സിലേക്ക് കൊണ്ടുവരികയായിരുന്നു. ഈ ക്ലാസ് മുറിയുടെ 10ാം ക്ലാസ് മുറിയുടെ സീലിംഗ് ആണ് അടർന്നു വീണത്. തുടർന്ന് ഈ വിദ്യാർത്ഥികളടക്കം തന്നെ മറ്റൊരു ക്ലാസ്സിലേക്ക് മാറ്റി ഈ പഠനം തുടരുകയായിരുന്നു. ഏകദേശം 50 വർഷത്തിലധികം പഴക്കമുണ്ട് ഈ ഒരു സ്കൂൾ കെട്ടിടത്തിനും. അതുകൊണ്ട് തന്നെയാകാം, ഒരുപക്ഷെ ചൂട് മൂലമാകാം ഈ സീലിംഗ് അടർന്നു വീണതെന്നാണ് ഈ സ്കൂൾ അധികൃതരടക്കം തന്നെ വ്യക്തമാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. എന്തായാലും വലിയ ഒരു അപകടം തന്നെയാണ് ഒഴിവായിരിക്കുന്നത്. എന്തായാലും വിശദമായിട്ടുള്ള ഒരു പരിശോധന നടത്തുമെന്ന് തന്നെയാണ് ഈ സ്കൂൾ അധികൃതരടക്കം തന്നെ വ്യക്തമാക്കുന്നത്. ഹരിത, ഇത്രയും വർഷം പഴക്കമുള്ള സ്കൂളിൽ ഈ വർഷങ്ങളിലുള്ള പുനരുദ്ധാരണ പ്രവർത്തനങ്ങളൊന്നും നടന്നു വന്നിട്ടുണ്ടായിരുന്നില്ലേ? ഏകദേശം 50 വർഷത്തോളം പഴക്കമുണ്ട് ഈ വിദ്യാലയത്തിനെന്നാണ് ഈ സ്കൂൾ അധികൃതരടക്കം തന്നെ വ്യക്തമാക്കുന്നത്. നേരത്തെ സ്കൂൾ കെട്ടിടത്തിന് മുകളിൽ തന്നെ ഷീറ്റ് വെക്കണമെന്നൊരു ആവശ്യമായി സ്കൂൾ അധികൃതരടക്കം തന്നെ രംഗത്ത് വന്നെങ്കിലും അതൊന്നും നടന്നില്ല. ഒരുപക്ഷെ ഈ ചൂട് മൂലമാകാം ഇത്തരത്തിലൊരു അപകടം ഉണ്ടായതെന്നാണ് ഇപ്പോൾ സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്നും വരുന്ന ഒരു വിശദീകരണം എന്ന് പറയുന്നത്. എന്നാലും ഈ സ്കൂൾ കെട്ടിടത്തിന് സാരമായിട്ടുള്ള കേടുപാടുകളൊന്നും തന്നെ സംഭവിച്ചിരുന്നില്ല എന്നതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. എന്തായാലും എങ്ങനെയാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത്, അല്ലെങ്കിൽ ചൂട് മൂലമാണോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണമാണോ, അല്ലെങ്കിൽ ഈ കെട്ടിടത്തിന്റെ പഴക്കം മൂലമാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത് എന്നടക്കം തന്നെ പരിശോധിക്കുമെന്ന് തന്നെയാണ് സ്കൂൾ അധികൃതരടക്കം തന്നെ ഇപ്പോൾ വ്യക്തമാക്കുന്ന ഒരു കാര്യം. ഇനി വിശദമായിട്ടുള്ള ഒരു പരിശോധന നടത്തുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ആ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ഇനി എന്താണ് അതിനുള്ള കാരണം, അല്ലെങ്കിൽ സ്കൂൾ കെട്ടിടത്തിന്റെ സീലിംഗ് അടർന്നു വീഴാനുള്ള കാരണം എന്താണ് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ. ഹരിത, ശരി, വിനയാണ് വിവരങ്ങൾ നൽകിയത്.